ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് കിട്ടിയത് 8ൻ്റെ അല്ല 16ൻ്റെ പണിയാണ്. ഏതാണ്ട് ഒരു മാസം മുമ്പ് എൻ്റെ ഒരു കസ്റ്റമർ 4 മീറ്ററോളം വരുന്ന പോളിസ്റ്റർ മെറ്റീരിയൽ എന്നെ കൊണ്ടേൽപ്പിച്ചിട്ട് അവർക്ക് സ്ലിറ്റ് വരുന്ന നോർമൽ കുർത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. ഇത് നിഴലടിക്കുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ കൂടിയും ലൈനിങ് വേണ്ടതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ലൈനിങ്ങും കൂടി ആഡ് ചെയ്താൽ സ്റ്റിച്ചിങ് ചാർജ് ഡബിൾ ആവത്തില്ലേ എന്ന് പറഞ്ഞ് അവരിത് ഒഴിവാക്കുകയാണ് ചെയ്തത്. അന്ന് ആ കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏതാണ്ട് 2 മീറ്ററോളം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോളെ. കാരണം ഇത് അത്യാവശ്യം വീതിയുള്ളൊരു മെറ്റീരിയലായിരുന്നു. ബാലൻസ് മെറ്റീരിയൽ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ കസ്റ്റമർ ആ കുർത്തിയും ബാലൻസ് മെറ്റീരിയലും കൂടി എന്നെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് അതിനെ ഒരു അംബ്രല്ല കുർത്തിയാക്കി കൺവേർട്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. കാരണം വേറൊന്നുമല്ല, ഇതവർക്ക് സ്റ്റിച്ചിങ്ങും അളവും സൈസും ഒക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ കൂടിയും അത് അവർക്ക് ഇട്ടിട്ട് കംഫർട്ട് ആവുന്നില്ല, ദേഹത്ത് ഒട്ടിക്കിടക്കുന്ന പോലെ തോന്നുകയാണെന്നാണ് കസ്റ്റമർ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇത് എന്തായാലും ഉപയോഗിക്കാൻ പറ്റാത്തതല്ലേ എന്ന് കരുതി ഇച്ചിരി മെനക്കേട് പിടിച്ച പണിയാണെങ്കിൽ കൂടിയും അതിനെ ഇരുന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അഴിച്ചു പണിയാൻ നിന്നില്ല. അതൊക്കെ ഫിറ്റിങ്സ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ യോക്കിൻ്റെ ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കുറവായതുകൊണ്ട് തന്നെ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൽ തന്നെ കുറേ കട്ട് പീസ് തുണികൾ അറ്റാച്ച് ചെയ്തിട്ടാണ് ഒപ്പിച്ചെടുത്തത്. അപ്പോൾ ഇതിൻ്റെ ട്വിസ്റ്റ് വേറൊന്നുമല്ല, ഇത് കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടു, മേടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ അവർ പറയാണ് ഓൾറെഡി ഞങ്ങളൊരു പേയ്മെൻറ്റ് തന്നല്ലോ, അപ്പോൾ ഇതിന് സെപ്പറേറ്റ് പേയ്മെന്റ് ഇല്ലാന്ന്. ഉപയോഗിക്കാൻ പറ്റാത്തതിന് എന്തിനാ വെറുതെ പൈസ കളയുന്നതെന്ന്. ഞങ്ങളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്.